സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരായ പരാമർശങ്ങളിൽ സമസ്തയിലെ CPM അനുകൂല നേതാക്കൾ ലീഗിന് വഴങ്ങിയിരിക്കുകയാണ്. വിവാദ പരാമർശങ്ങളിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് നേതാക്കൾ പരസ്യമായി അറിയിച്ചു കഴിഞ്ഞു. സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും നിലപാട് കടുപ്പിച്ചതിന് പിന്നാലെയാണ് വാർത്താക്കുറിപ്പ് പുറത്തിറക്കി നേതാക്കളുടെ ഖേദപ്രകടനം. ഐക്യത്തിനു വേണ്ടി എന്തു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും ഇവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഉമർ ഫൈസി മുക്കം, വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മുസ്തഫ മുണ്ടുപാറ, സത്താർ പന്തല്ലൂർ എന്നിവരുടെ പേരിലുള്ള വാർത്താക്കുറിപ്പ് ഹമീദ് ഫൈസിയാണ് ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത്. സാദിഖ് അലി തങ്ങളുമായുള്ള കൂടിക്കാഴ്ചയിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ഇക്കാര്യം പരസ്യമായി സമ്മതിക്കാൻ സമസ്ത നേതാക്കൾ തയ്യാറായിരുന്നില്ല. സാദിഖ് അലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചുവെന്ന വാർത്തകൾ സമസ്ത നേതാക്കൾ നിഷേധിക്കുകയും ചെയ്തു. ഖേദത്തിന്റെ ആവശ്യമില്ലെന്നും ദൈവത്തോട് മാത്രമേ മാപ്പു പറയേണ്ടതുള്ളൂ എന്നുമാണ് കഴിഞ്ഞ ദിവസം ഉമർ ഫൈസി വ്യക്തമാക്കിയത്. ഇതെല്ലാം സംഘടനയ്ക്കകത്ത് വലിയ ചർച്ചയായതോടെയാണ് ഇപ്പോൾ പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ CPM അനുകൂല വിഭാഗം നേതാക്കൾ നിർബന്ധിതരായിരിക്കുന്നത്. സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടരുന്നതിനിടെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ സാദിഖ് അലി തങ്ങളെ സംബന്ധിച്ചാണെന്ന മാധ്യമ സൃഷ്ടി തങ്ങൾക്ക് വേദനയുണ്ടാക്കിയിട്ടുണ്ടെന്നും അതിന് ചില പ്രസംഗങ്ങൾ കാരണമായതിൽ ഖേദം രേഖപ്പെടുത്തുന്നുവെന്നുമാണ് വാർത്താക്കുറിപ്പിൽ നേതാക്കൾ അറിയിച്ചത്. സാമുദായിക രംഗത്തും സംഘടനാ രംഗത്തും ഐക്യത്തിനും യോജിപ്പിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും ഇവർ വ്യക്തമാക്കി കഴിഞ്ഞു. സംഘടനാ രംഗത്തെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുൻകൈയെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട്ട് ചർച്ച നടത്തിയതെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. യോഗ തീരുമാനപ്രകാരമാണ് തുടർന്ന് വാർത്താ സമ്മേളനം നടത്തിയത്. ചില പരാമർശങ്ങളിൽ സാദിഖ് അലി തങ്ങൾക്ക് പ്രയാസമുണ്ടായെന്നും അതെല്ലാം വിശദമായി സംസാരിച്ചു പരിഹരിച്ചുവെന്നും അതിൽ സങ്കടമുണ്ടെന്നും വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു. ചർച്ചയിലെ അന്തിമ തീരുമാനവും ഇതുതന്നെയായിരുന്നുവെന്നും എന്നാൽ സംഘടനയ്ക്കകത്തും സമുദായത്തിനകത്തും രഞ്ജിപ്പും ഒരുമയും അനിവാര്യമായതുകൊണ്ട് സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും നേതാക്കൾ പറയുകയുണ്ടായി. യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ മുക്കം ഉമർ ഫൈസി, അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉൾപ്പെടെയുള്ളവർ പാണക്കാട്ടെത്തിയത്. ഏറെ നേരം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഹമീദ് ഫൈസിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് വാർത്താ സമ്മേളനം വിളിക്കുകയും ചെയ്തു. പ്രശ്നങ്ങളിലെല്ലാം സമവായമായെന്നും എല്ലാം തങ്ങൾക്ക് ബോധ്യപ്പെട്ടെന്നുമായിരുന്നു ഇവർ പറഞ്ഞത്. തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ചെന്ന കാര്യം മറച്ചുവെക്കുകയും ചെയ്തു. ഇതിലെ അതൃപ്തി സാദിഖ് അലി തങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചു. യോഗത്തിൽ സംസാരിച്ച കാര്യങ്ങൾ പൊതുസമൂഹത്തോടും പറയണമെന്ന് നിർദ്ദേശിച്ചിരുന്നതാണെന്നായിരുന്നു തങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. ഇത് പറയാമെന്ന് പറഞ്ഞാണ് പിരിഞ്ഞതെങ്കിലും പത്രസമ്മേളനത്തിൽ സംസാരിച്ചതൊന്നും വിഷയങ്ങളുമായി നീതി പുലർത്തുന്നതായിരുന്നില്ല. ഇതായിരുന്നില്ല പ്രതീക്ഷിച്ചതെന്നും തങ്ങൾ പറഞ്ഞു. ഹമീദ് ഫൈസിയും ഉമർ ഫൈസിയും തങ്ങൾക്കെതിരായ പ്രസ്താവനകളിൽ ഖേദം പ്രകടിപ്പിച്ചെന്നും അത് പുറത്തു പറഞ്ഞില്ലെന്നും PK കുഞ്ഞാലിക്കുട്ടിയും ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുമെന്നായിരുന്നു ജിഫ്രി തങ്ങൾ പുതിയ ചർച്ചകളോട് പ്രതികരിച്ചത്.